അത് വളരെ പൂർണ്ണത നേടിയെടുത്ത അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് അല്ലാതെ സാധിക്കുകയില്ല. നിസ്കാരം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നിർവഹിക്കാൻ, നിസ്കാരത്തിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ എങ്ങനെ നിർവഹിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ഉഅ്ബുദുല്ലാഹ് കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹ് ഫഇന്നഹു യറാക്. നീ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുന്നത് പോലെ, നീ അവനെ കാണുന്നുണ്ട് എന്നതുപോലെ നീ അവനെ ഇബാദത്ത് ചെയ്യലാണ് നിസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പൂർണ്ണത. എന്തായിരിക്കും മനുഷ്യൻ്റെ അവസ്ഥ ആലോചിച്ചു? അള്ളാഹുവിൻ്റെ മുൻപിലാണ് പരലോകത്ത് നിൽക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്കുക. ആ അവസ്ഥ ദുനിയാവിൽ തന്നെ ഒരാൾക്ക് ഉണ്ടാകുക എന്നത് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് ലഭിക്കുന്ന അവസ്ഥയാണ്, നബിമാർക്ക് ലഭിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തെക്കുറിച്ച് എന്താ പറഞ്ഞു? അവിടുന്ന് നിസ്കരിക്കാൻ നിന്നാൽ ഒരു ചട്ടി തിളക്കുന്നത് പോലെ, അതിലെ വെള്ളം തിളക്കുന്നത് പോലെ അവിടുത്തെ ഹൃദയം അത് തേങ്ങുന്ന ശബ്ദം ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. അവിടുത്തെ നിസ്കാരത്തിൽ ആ തേങ്ങലിൻ്റെ ശബ്ദമുണ്ടാകുമായിരുന്നു. അബൂബക്കർ അസ്സദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഇമാം നിർത്താൻ പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ എന്താ പറഞ്ഞത്? അബൂബക്കർ നിസ്കാരത്തിൽ നിന്നാൽ ഉടനെ കരയും റളിയല്ലാഹു അൻഹു. അത് ഔലിയാക്കന്മാർക്ക് ലഭിക്കുന്ന ഉന്നതമായ പദവിയാണ്. പക്ഷേ അതും ഒരാൾക്ക് ലഭിച്ചില്ല, അതിന് താഴെ നിസ്കാരം. സഹോദരങ്ങളെ, പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ നിസ്കാരം അത് ശരിയാവണ്ണം വരുതിയിലാക്കാൻ ഞാൻ 20 വർഷം പ്രയാസപ്പെട്ടിട്ടുണ്ട്. 20 വർഷം നിസ്കാരം എൻ്റെ കയ്യിൽപ്പെടുത്താൻ, അത് എനിക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിലാകാൻ ഞാൻ പ്രയാസപ്പെട്ടിട്ടുണ്ട്. നിസ്കാരം അത് ആ സന്ദർഭത്തിൽ ഹൃദയത്തെ പിടിച്ചു നിർത്തുക എന്നുള്ളത് വലിയ ജിഹാദാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് നിസ്കാരത്തിൻ്റെ അവസ്ഥകൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, ചില ആളുകൾ അവർ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ നമ്മൾ ചിലപ്പോൾ തക്ബീർ ചെല്ലുമ്പോൾ നമ്മളെ തീരുമാനം എന്താ? സലാം വീട്ടുന്നവരെ ഞാൻ ഒരു കാര്യവും വേറെ ചിന്തിക്കൂല എന്ന് തീരുമാനിച്ചുകൊണ്ട് ഇറങ്ങും. പക്ഷേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ സമസ്തയുടെ ഒരു നേതാവ് അബ്ദുൽ സലാം ദാരിമി ഉസ്താദ് പറഞ്ഞ ഒരു പ്രസംഗത്തിലെ ഒരു ക്ലിപ്പ് അത് കേൾക്കണം സഹോദരന്മാരെ, ഇൻഷാ അല്ലാഹ്. റഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത കേരള മുഷാവറ അംഗമായ അബ്ദുസ്സലാം ദാരിമി എന്ന് പറയുന്ന ഒരു ഉസ്താദ്, അദ്ദേഹം സമസ്തയുടെ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് വേദിയിൽ വെച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഞാനൊക്കെ നിസ്കാരത്തിൽ ചില ഖവാത്തിറൊക്കെ വരുമല്ലോ, പല ചിന്തകൾ. ആ ചിന്തകൾ വരുമ്പോൾ അപ്പോൾ ഓർക്കൽ ശംസുലമയാണ്. ശംസുലമനെ മനസ്സുകൊണ്ട് ഓർത്താൽ ആ ഖവാത്തിലുകളൊക്കെ അവിടെ ഇല്ലാതെയാകും. ഇദ്ദേഹം നിസ്കരിക്കുന്ന സമയത്ത് ദുഷിച്ച ചിന്തകൾ മാറുവാൻ വേണ്ടി അദ്ദേഹം നിസ്കാരത്തിൽ ഷംസുൽ ഉലമയെ ഓർക്കാറുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. നിസ്കാരത്തിൽ ദുഷിച്ച ചിന്തകൾ ഉണ്ടാകുന്ന സമയത്ത് ഷംസുൽ ഉലമയെ ഓർത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മാനസികമായ ചില അനുഭൂതികൾ ഉണ്ടാകുന്നുവെന്നും അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. ആദ്യമേ തന്നെ പറയട്ടെ, ഞാനൊരു സുന്നിയാണ്. ഔലിയാക്കളെയും പണ്ഡിതന്മാരെയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നൊരു വ്യക്തി. ഒരുപക്ഷെ ഇത് പറയുമ്പോൾ നിങ്ങൾ എന്നെ മുജാഹിദെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വിളിച്ചുവെന്ന് വരാം. പക്ഷേ പറയേണ്ട കാര്യങ്ങൾ അത് നിലപാടോടുകൂടി തുറന്നു പറയണം എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, നാം നിസ്കാരത്തിൽ നാം ഓർക്കേണ്ടത് നമ്മയെല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ചറബായ അള്ളാഹുവിനെയാണ്. അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ആ നിസ്കാരത്തിൽ നാം ഓർക്കുവാൻ പാടില്ല. മാത്രമല്ല, നിസ്കാരത്തിൽ ദുഷിച്ച ചിന്തകൾ വരുന്ന സമയത്ത് ഇത്തരത്തിൽ ഷംസുൽ ഉലമയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതന്മാരെയോ ഓർക്കണമെന്ന് ഒരു ഹദീസുകളിലും നമുക്ക് കാണുവാനും കഴിയില്ല. അത്തരമൊരു അവസരത്തിൽ ഇദ്ദേഹം ഈ പ്രസംഗിക്കുന്നത് അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ വഴിതെറ്റിക്കാൻ കാരണമായി തീരും. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഭയങ്കര സ്നേഹവും ഇഷ്ടവും ബഹുമാനവും ഒരുപാട് കാര്യങ്ങളിവിടെ നമ്മുടെ മുസ്ലിം ലോകത്ത്, സുന്നി ലോകത്ത് ഇതുവരെ സംഭവിച്ചത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞ് എല്ലാ സമയത്തും മറ്റുള്ളവരെ ആക്ഷേപിക്കേണ്ടത് തന്നെയാണ് നമ്മൾ ശരിയുണ്ടെങ്കിൽ. എല്ലാ സമയത്തും മറ്റുള്ളവരെ ആക്ഷേപിക്കുകയും, മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ ഇതര മതസ്ഥരല്ല, മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന നമ്മളെ കൂട്ടത്തിൽപ്പെട്ട സലഫികളും വഹാബികളും
അതുപോലെ ജമാഅത്തും തബ്ലീഗും ഏതായാലും അവരുടെ നിലപാട് പണ്ട് എന്തായിരുന്നു ഇന്ന് എന്തായിരുന്നു എന്ന് പോലും പഠനം നടത്താതെ അവരെ ആക്ഷേപിച്ച് അവരെ തള്ളി ഇന്ന് നോക്കിയാൽ അവരാണ് ഉത്തമമെന്ന് സുന്നത്ത് ജമാഅത്തിൽ പെട്ടവർക്ക് തന്നെ തോന്നാൻ തുടങ്ങി എന്നാണ് പറയേണ്ടത്. കാരണം നമ്മുടെ ആലിമീങ്ങൾ പറയുന്ന ഓരോ വയലുകൾ, മതപ്രഭാഷണം, അതുപോലെ കള്ളക്കറാമത്തുകൾ, ഇതുപോലെയുള്ള കാര്യങ്ങൾ അവർക്ക് ബഹുമാനിച്ച് ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ സലാം ദാരിമി ഉസ്താദ് അദ്ദേഹത്തിന് ഇതിൻ്റെ ദീനിൻ്റെ ഹുക്കുമുകളോ നിസ്കാരത്തിൻ്റെ ഹുക്കുമുകളോ അതിൻ്റെ രീതിയോ അതിൻ്റെ വിശ്വാസമോ ഒന്നും അറിയാതെയല്ല അദ്ദേഹം പറഞ്ഞത്. എന്തെങ്കിലും മനസ്സിൽ തോന്നിയാൽ നമസ്കരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെ മനസ്സിൽ വരുന്നതായിരിക്കുന്ന ദുഷിച്ച ചിന്തകൾ എന്തെങ്കിലും ചിന്തകളായിരിക്കാം. ഒരു കച്ചവടം ചെയ്യുന്നവർക്ക് കച്ചവടത്തിന് ചിന്ത, അതല്ലെങ്കിൽ ബടക്ക് പ്രവൃത്തിയിലേക്ക് പോകുന്നവർക്ക് അതിൻ്റെ ചിന്ത, പണമുണ്ടാക്കുന്നവർക്ക് പണത്തിൻ്റെ ചിന്ത, ജൂത് കളിക്കുന്നവർക്ക് അതിൻ്റെ ചിന്ത. ഓരോ ജനങ്ങൾക്ക് ഓരോ ചിന്ത വരാൻ സാധ്യതയുണ്ട്. അവരുടെ പ്രവർത്തനം ഏത് രൂപത്തിലാണ് കൂടുതലുള്ളത്, അവരുടെ പ്രവർത്തനത്തിൽപ്പെട്ട കൂടുതൽ അവരുടെ ഫീൽഡ് ഏതാണ്. ബിസിനസ്സാണെങ്കിൽ ബിസിനസ്, തട്ടിപ്പാണെങ്കിൽ തട്ടിപ്പ്, വ്യഭിചാരമാണെങ്കിൽ വ്യഭിചാരം, അതല്ലെങ്കിൽ പലിശ, ഏതാണ് നമുക്ക് കാര്യമില്ലാത്തത് ഹറാമായ കാര്യങ്ങൾ എന്താണുള്ളത്. ദുഷിച്ച എന്ന് പറഞ്ഞാൽ എല്ലാം പെട്ടു. അതല്ലെങ്കിൽ വീട്ടിൻ്റെ കാര്യം, സാധാരണ ആൾക്കാർക്ക് ഒന്നുമില്ലാത്ത ഒരു സ്വഭാവമില്ലാത്ത ആൾക്കാർ വീട്ടിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ ശംസുൽ ഉലമാനെ മനസ്സിൽ കൊണ്ടുവരും. അപ്പോഴാണ് എനിക്ക് അത് മാറി കിട്ടുന്നത്, ഒരു സമാധാനം കിട്ടുന്നത്. എപ്പോഴാണ് നമസ്കരിക്കാൻ കൈകെട്ടിയതിന് ശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയതിന് ശേഷം നിയത്തെല്ലാം വെച്ച് ബഹുമാനമുള്ളവരെ ചിന്തിക്കണം. ഇത് പറയുന്നത് ആരാണ്? ഒരു നേതാവാണ്, പണ്ഡിതനാണ്. എന്താണ് സാധാരണക്കാരുടെ അവസ്ഥ? സാധാരണക്കാർ എന്താണ് ഇതുകൊണ്ട് പഠിക്കുന്നത്? ഇത്ര ചിന്തിച്ചാൽ മതി. സാധാരണക്കാരായ ആൾക്കാർ, ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്തവർ ഇവരെ പോലെയുള്ളവർ പറഞ്ഞതല്ലേ കേൾക്കുന്നത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നല്ലപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ, നിങ്ങളാണെങ്കിലോ തെറ്റ് ചെയ്താൽ തൗബ ചെയ്ത് കാല് കഴുകി ഉടച്ചവനെ വിട്ടുപൊറുക്കല്ല എന്ന് പറയുമെന്ന് ആണ് കണക്ക്. അതാണ് നിങ്ങളുടെ നിലപാട്. പാവങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് തൗബക്ക് പോലും നിങ്ങൾ തന്നെ വേണമല്ലോ തൗബ പറഞ്ഞു കൊടുക്കാൻ. തൗബ പറഞ്ഞു കൊടുത്ത് അതിൽ നമുക്ക് മേടിച്ച് നമ്മുടെ പോക്കറ്റിലാക്കണ്ടേ? അപ്പോൾ തൗബക്കും നിങ്ങൾ വേണം. അത് തൗബ ചെയ്യണമെന്ന് അവർക്കറിയില്ല, സ്വന്തമായി തൗബ ചെയ്യാനറിയില്ല. ഏതായാലും ഇദ്ദേഹം സ്വീകരിച്ച മാർഗം ശരിയല്ല. അത് നിസ്കാരം ബാത്തിലാകും തന്നെ. അതുപോലെയുള്ള പഠനം മറ്റുള്ളവർക്ക് സ്റ്റേജിൽ നിന്ന് പറയൽ തെറ്റാണ്. അത് തെറ്റിപ്പോയി എന്നാണെങ്കിലും അദ്ദേഹം പറഞ്ഞ് അതിൽ നിന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് പ്രകാരമാണ് ഇവിടെ ഒരുപാട് മഖ്ബറകൾ വന്നത്. എന്തുകൊണ്ടാണ്? ബഹുമാനം കൂടിയത് കൊണ്ട്. ഒരു നല്ല പണ്ഡിതനായിരിക്കാം, ആലിമായിരിക്കാം. ശംസുൽ ഉലമയെപ്പറ്റി പറയാനൊന്നുമില്ല, വലിയ പണ്ഡിതനാണ്. ഒരുപാട് ശിഷ്യന്മാർ, പണ്ഡിതന്മാരുള്ള ഒരു കൂട്ടമാണ് അദ്ദേഹത്തിന് ശിഷ്യന്മാർ. എങ്കിലും നമ്മളാരെയും വലിയാക്കേണ്ടതോ ഔലിയാക്കേണ്ടതോ ഇല്ല. എല്ലാവർക്കും ബഹുമാനം, ആദരവും എല്ലാം വേണം.
അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ അള്ളാഹുവിന് മാത്രം അറിയാം. ജനങ്ങൾക്ക് ഇപ്പം ഈ കാലത്തുള്ള ജനങ്ങൾക്ക് എന്താണ് അറിയാം, ആര് ഔലിയ അല്ലാത്തതെന്ന് ആർക്കാണ് അറിയുന്നത്? എങ്ങനെയാണ് മനസ്സിലാകുന്നത്? ചുണ്ട് അനങ്ങിക്കൊണ്ടിരുന്നാൽ മതി. അവൻ ഭയങ്കര ദിക്ർ പറയുന്നവനാണ്, സലാത്ത് പറയുന്നവനാണ്. അവൻ മരണപ്പെടാൻ കാത്ത് അവൻ മരിച്ചതിന് ശേഷം ഔലിയ മരിച്ചു എന്ന് പറഞ്ഞ് പൊക്കിക്കെട്ടി ഇതെല്ലാം ഇതുവരെ ഉണ്ടാക്കിയത് ഇതുകൊണ്ടാണ് എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് ഈ ബഹുമാനം കൊണ്ട് മഖ്ബറ വരുന്നിടത്തോളം ഉറൂസ് അവിടെയൊക്കെ കഴിക്കുന്ന ഒരുപാട് അനാചാരങ്ങളും അനാവശ്യങ്ങളും ഇതെല്ലാം ബഹുമാനം കൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞിരുന്നു, അദ്ദേഹം ചെയ്തിരുന്നു, അദ്ദേഹം പഠിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, അതിന് 10 കൂട്ടിയും കൊണ്ട്. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് സക്സസ് ആയാൽ അദ്ദേഹത്തിന് കറാമത്തുണ്ടെന്ന് വെച്ച് കെട്ടി വലിയ ഔലിയ ആക്കി. ഇതാണ് ഇതുവരെ ചെയ്ത കാര്യം എന്ന് മനസ്സിലാകുന്നു. നിങ്ങൾ ബഹുമാനം കൂടിയത് കൊണ്ട് പറയുന്ന ഓരോ കാര്യങ്ങൾ അവസാനം ഇത് ഫറദായ കാര്യത്തിലേക്കും എത്തി, ഫറദായ നമസ്കാരത്തിനും എത്തി ഈ ബഹുമാനം നിങ്ങളുടെ. ഇതിനേക്കാൾ കൂടുതൽ പറയാനില്ല. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.